ഷിരൂരിലെ രക്ഷാദൗത്യത്തിൽ നിന്ന് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. അത് തെരച്ചിലുമായി ബന്ധപ്പെട്ട സംയുക്ത പരിശോധനാ റിപ്പോർട്ട് അത് ഉടൻ കാർവാർ ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്നുള്ളതാണ്. കരസേന, നാവികസേന, NDRF, SDRF എന്നിവരുടെ രക്ഷാപ്രവർത്തന റിപ്പോർട്ട്, ഇതുവരെ സ്വീകരിച്ച നടപടികൾ, അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറാൻ പോകുന്നു. മറ്റൊന്ന്, റിട്ടയർഡ് ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന വിവരങ്ങളാണ്. വളരെ സുപ്രധാനമായ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാകും എന്ന് കരുതുന്നുണ്ട്. വളരെ കുറച്ച് സമയത്തിനകം തന്നെ അത് പുറത്തു വരും എന്ന് കരുതുന്നുണ്ട്. സ്പോട്ട് 3-ൽ ഇമേജ് അടക്കമുള്ള കാര്യങ്ങൾ അതിലുണ്ടാകും എന്നാണ് കരുതുന്നത്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഷിരൂരിൽ ഡ്രോൺ പരിശോധന ഉൾപ്പെടെ മുഴുവൻ തെരച്ചിൽ നടപടികളും ഇന്നത്തേക്ക് നിർത്തിക്കഴിഞ്ഞോ ഷഫീദ്? അർജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം ഇനിയിപ്പോൾ അങ്ങനെ ഒരു പരിശോധന നടത്തിയിട്ട് കാര്യമില്ല. കാരണം ഈ 7 നോട്ട് എന്നുള്ള അടിയൊഴുക്ക് 6.8 ആയതു എന്നതിനപ്പുറത്തേക്ക് മറ്റു കുറവുകളൊന്നും സംഭവിച്ചിട്ടില്ല. നേവിയെ സംബന്ധിച്ച് അവരുടെ ഡൈവിംഗ് ടീം അങ്ങനെ ഒരു തിരച്ചിലിന്, ഒരു ഡൈവിങ്ങിന് വേണ്ടി ഇറങ്ങണമെങ്കിൽ സ്വാഭാവികമായും അത് 2 നോട്ടിലേക്ക് അല്ലെങ്കിൽ 3 നോട്ടിലേക്ക് മാറണം. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമില്ല. ഇപ്പോഴുള്ള അടിയൊഴുക്ക് അത് അവർ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഇറങ്ങാൻ സാഹചര്യമുള്ള അടിയൊഴുക്കിനേക്കാൾ വലിയ അന്തരമുണ്ട്, വലിയ കൂടുതലാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നേവിയെ സംബന്ധിച്ച് ഇനിയൊരു രക്ഷാദൗത്യം അത് ആ നീക്കത്തിലേക്ക് ഇപ്പോൾ കടക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഡൈവിങ്ങിലേക്ക് ഈ ഒരു സാഹചര്യത്തിൽ കടക്കേണ്ടതില്ല. മാത്രവുമല്ല, ഷിരൂരിൻ്റെ ഒരു കാലാവസ്ഥ സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരേ രീതിയിൽ തന്നെ മഴ അത് തുടരുകയാണ്. മാത്രവുമല്ല, ഈ മലയ്ക്ക് മുകളിൽ വലിയ തരത്തിലുള്ള അടിയൊഴുക്കുകൾ, ഉരുൾപൊട്ടലടക്കമുള്ള കാര്യങ്ങളുണ്ട്, മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുത്തി ഒഴുകി വരുന്ന അടിയൊഴുക്ക് കുറയാത്ത ഗംഗാവാലി നദിയിൽ എങ്ങനെ ഇറങ്ങി തിരച്ചിൽ നടത്തും? അതൊരു ലൈഫ് റിസ്ക് ജോബാണ് എന്നുള്ള വിലയിരുത്തലാണ് നേവിയെ സംബന്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ മറ്റൊരു ഒരു സാധ്യത അതുമായി ബന്ധപ്പെട്ട് തേടിയിട്ടുള്ളത്. അതല്ലെങ്കിൽ ഈ ജലത്തിന്റെ പ്രതലത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ആ ഒരു സംവിധാനം അത് ഒരുക്കുക, അതിനകത്ത് ഒരു കമ്പി താഴേക്ക് ഇറക്കിക്കൊണ്ട് ഡൈവേഴ്സിനെ ഇറക്കാനുള്ള സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക. ഇതാണ് അവർ ഇപ്പോൾ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം. അത് ആ എക്യുപ്മെന്റ്, ആ സംവിധാനം അത് ഇപ്പോൾ ഷിരൂരിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ നാളെ മാത്രമായിരിക്കും അത് നമുക്ക് നദിയിലേക്ക് ഇറക്കി വെച്ചൊരു പരിശോധന അതുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയുക. അതും സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ പരിശോധനകളെല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപാണ് നമുക്ക് ഡ്രോൺ സംഘത്തിൽ നിർണായകമായ വിവരം ലഭിച്ചത്. അവരുടെ മാത്രമായ ഒരു റിപ്പോർട്ടല്ല, ഇതുവരെ തെരച്ചിൽ നടത്തിയ സംയുക്ത രക്ഷാ ദൗത്യ സംഘത്തിന്റെ റിപ്പോർട്ട് ഉടൻ തന്നെ കാർവാർ ജില്ലാ കളക്ടർക്ക് കൈമാറും. അത് SP ഉൾപ്പെടെയുള്ള ആളുകൾ പരിശോധിക്കും. ശേഷം കർണാടക സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആളുകളോട് ഈ വിവരം ധരിപ്പിക്കും. അതിനുശേഷം മാത്രമായിരിക്കും നാളത്തെ രക്ഷാ ദൗത്യം എങ്ങനെ എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു പ്ലാൻ, ഒരു ആക്ഷൻ പ്ലാൻ അവരുടെ ഭാഗത്ത് നിന്ന് പൂർണ്ണ അർത്ഥത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ലഭിച്ച ഒരു വിവരം അനുസരിച്ച് നാളെ വരാനിരിക്കുന്ന പുതിയ സംവിധാനം അത് ഷിരൂരിലേക്ക് അടുക്കുന്നു എന്നുള്ള വിവരം നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ ഒരു ആശങ്ക അക്കാര്യത്തിൽ, ഇത്രയും അടിയൊഴുക്കുള്ള, ഇങ്ങനെ കുത്തി ഒഴുകുന്ന ഒരു പുഴയിൽ എങ്ങനെ ആ സംവിധാനങ്ങൾ ഇറക്കും, എങ്ങനെ ആ സംവിധാനത്തിൽ ഒരു തിരച്ചിൽ നടത്തും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒടുവിലും നമ്മളുടെ പ്രതിനിധി ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച്, അല്ലെങ്കിൽ ശ്രീകാന്ത് നൽകുന്ന വിവരം അനുസരിച്ച് 6.8 നോട്ട് എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ അടിയൊഴുക്കിന്റെ വിവരം. അത് സ്വാഭാവികമായും വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ അടിയൊഴുക്കിൽ എങ്ങനെ ഈ സാന്നിധ്യം കണ്ടെത്തും, അല്ലെങ്കിൽ ട്രക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സ്പോട്ട് 3-ൽ ട്രക്കുണ്ട് എന്നുള്ളൊരു സൂചന, അതൊരു സ്ഥിരീകരണത്തിലേക്കൊക്കെ അല്ലെങ്കിൽ വിലയിരുത്തലിലേക്കൊക്കെ കടക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സാഹചര്യത്തിൽ പറയാം. പക്ഷേ അതും പൂർണ്ണ അർത്ഥത്തിലല്ല. നമ്മളത് ഔദ്യോഗികമായി അവർ സ്ഥിരീകരിക്കും. 7:30 സമയത്തൊരു അവലോകന യോഗം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യത അത് നമുക്ക് ഒരു വിവരമായി ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക. ഏതായാലും നാളെ ഫ്ലോട്ടിംഗ് പോയിന്റ് ഇതുമായി ബന്ധപ്പെട്ട് ഷിരൂരിലേക്ക് എത്തിക്കും. അതുപയോഗിച്ചിട്ടുള്ള പരിശോധന നാളെ നടക്കും. 11-ാം ദിവസവും നമുക്ക് നിരാശ തന്നെയാണ് ഫലം. നേരത്തെ കാർവാർ SP അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ അടക്കം സഹായത്തോടുകൂടി വരും മണിക്കൂറുകളിൽ തൊട്ടടുത്ത ദിവസം പരിശോധന നടത്താനാണ്, തിരച്ചിൽ നടത്താനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആക്ഷൻ പ്ലാൻ എങ്ങനെയെന്നുള്ള കാര്യം ഈ സംയുക്ത പരിശോധനാ റിപ്പോർട്ട് ജില്ലാ കളക്ടറും അതേപോലെ തന്നെ SP, കാർവാർ SP, ഉത്തര കന്നഡ SP ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ചേർന്നിരുന്നൊരു യോഗം ചേരും. ശേഷം കേരളത്തിൽ നിന്നുള്ള മന്ത്രി മുഹമ്മദ് റിയാസിനെ അടക്കം വിവരങ്ങൾ ധരിപ്പിച്ച ശേഷമായിരിക്കും നാളത്തേക്കുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാവുക. ഗംഗാവലി നദിയിൽ ശക്തമായ കുത്തൊഴുക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. അതിൻ്റെ കണക്ക് പുറത്തു വരുമ്പോൾ അതിൻ്റെ കറണ്ട് സ്പീഡ് 6.8 നോട്ട് എന്നുള്ളതാണ്. ഈ കാലാവസ്ഥയിൽ, ഈ അന്തരീക്ഷത്തിൽ രക്ഷാദൗത്യ സംഘത്തിന് അവിടെ ഇറങ്ങി ഡൈവ് ചെയ്യുക എന്നുള്ള കാര്യം വലിയ വെല്ലുവിളിയുള്ളതാണ്, വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. ഇപ്പോഴതിൻ്റെ കറണ്ട് സ്പീഡ് 6.8 എന്നുള്ളതാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നത്. അത് 3-3-ൽ താഴെയെങ്കിലും എത്തിയാൽ മാത്രമേ നാവികസേനയ്ക്ക് അവിടെ ഒരു തെരച്ചിലിന് സാധ്യമാകൂ എന്നുള്ളതാണ്. ശ്രീകാന്ത് അതിൻ്റെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ കുത്തൊഴുക്ക് അത് ഇപ്പോഴും 6.8 നോട്ടിൽ തന്നെ നിൽക്കുകയാണ്. അത് താഴേക്കിറങ്ങാതെ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷൻ നടത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളി നിറഞ്ഞതാണ്. അതിൻ്റെ ഇമേജ് സൂചിപ്പിക്കുന്നത് എന്താണ് ശ്രീകാന്ത്?
നിലവിലിപ്പോൾ ലോറി ഉണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഐഡന്റിഫൈ ചെയ്ത സ്പോട്ടിൽ ലോറി ഉണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക്. അത് ആ തരത്തിൽ പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും ഏത് തരത്തിലാണ് ആ ഒബ്ജക്റ്റ് കിടക്കുന്നത് എന്നുള്ളത്, അതായത് ഈ ലോറി കിടക്കുന്നത്, ട്രക്ക് കിടക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിരിക്കും. ആ രേഖപ്പെടുത്തിയതനുസരിച്ച് ഡൈവർമാർക്ക് മുന്നോട്ട് പോകാം. മറ്റൊന്ന്, ഞാൻ നേരത്തെ പോണ്ടൂണിന്റെ കാര്യം പറഞ്ഞു, ഫ്ലോട്ടിംഗ് പോണ്ടൂൺ. ഈ മേഖലയുടെ ഒരു പ്രത്യേകതയാണത്. കാരണം മൈനിങ് ഒക്കെ തന്നെ ധാരാളമുള്ള മേഖലയാണ് ഇത്. ഇവിടെയൊക്കെ തന്നെ ഈ അടിവശം പരന്ന ബോട്ട്, നമ്മൾ ഈ മറ്റ് ഇടങ്ങളിൽ കാണുന്ന ഈ ടൂറിസത്തിന് ഉപയോഗിക്കുന്ന ടൈപ്പ് പോണ്ടൂണല്ല, നേരെ മറിച്ച് അടിവശം പരന്ന ബോട്ടുകൾ പോലെയുള്ള പോണ്ടൂണുകളുണ്ട്. അത് ഇവിടുത്തെ മൈനിങ് മേഖലയിൽ ഉപയോഗിക്കുന്നതാണ്. ആ പോണ്ടൂണുകളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാർവാർ MLA മേൽനോട്ടത്തിലാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യമെടുത്താണ് അദ്ദേഹം ഈ പോണ്ടൂണുകൾ എത്തിക്കാൻ പോകുന്നത്. നേവി ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യം നമുക്ക് സംസാരിക്കാൻ സാധിച്ചു. അവർ പറയുന്ന കാര്യം ഇതാണ്: എന്തായാലും ഒരു ശ്രമം നടത്തി നോക്കാം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. MLA ഇത്തരത്തിൽ പോണ്ടൂൺ എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല. ഈ ഒഴുക്കനുസരിച്ച് കൂടിയിരിക്കും പോണ്ടൂണുകൾ നിലനിൽക്കുന്നത്. പക്ഷേ ഈ മേഖലയിലെ പോണ്ടൂണുകൾ കുറച്ചുകൂടി കരുത്തുള്ളതാണ്. നമ്മുടെ ഈ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കാണുന്നത് പോലെ, ഈ ടൂറിസം മേഖലയിലൊക്കെ കാണുന്നത് പോലെയുള്ള ശക്തി കുറഞ്ഞ പോണ്ടൂണുകളല്ല ഇവിടുത്തേത്. മൈനിങ് മേഖലകളിൽ ഉപയോഗിക്കുന്ന, കടൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മൈനിങ് മേഖലകളിൽ ഉപയോഗിക്കുന്ന പോണ്ടൂണുകളാണുള്ളത്. അത് ഇട്ട് നോക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് നേവിയും എത്തിയിട്ടുണ്ട്. കാരണം നേവി ഈ തെരച്ചിൽ നിർത്തുന്നില്ല, അവർ എല്ലാ പിന്തുണയും നൽകുന്നു. ഇപ്പോൾ നടക്കുന്ന പോണ്ടൂൺ ഇട്ടുള്ള പരിശോധനയിൽ പൂർണ്ണമായും സഹകരിക്കാൻ നേവി തീരുമാനിച്ചിട്ടുണ്ട്. പോണ്ടൂൺ എത്തട്ടെ, നാളെ അതിടട്ടെ. ഈ 4 വശത്തും ആങ്കർ ചെയ്ത് നിർത്തുന്നതാണ് ഈ മേഖലയിലുള്ള പോണ്ടൂണുകൾ എന്നാണ് കാർവാർ MLA പറഞ്ഞത്. അത് നോക്കട്ടെ എന്നാണ് നേവിയുടെ തീരുമാനം. അങ്ങനെയെങ്കിൽ ഈ ആങ്കർ ചെയ്ത് നിർത്താൻ സാധിച്ചാൽ അവിടെ ഡീപ്പ് ഡൈവ് ചെയ്യുക ഒട്ടും നടക്കില്ല. ഈ പോണ്ടൂണിന്റെ ഒരറ്റത്ത് വെയിറ്റ് കൊടുത്ത് വെയിറ്റ് താഴ്ത്തി, അതൊന്നുകിൽ ഇരുമ്പ് വടമാകാം അല്ലെങ്കിൽ ഇരുമ്പ് കമ്പിയാകാം, അത് ഈ നദിയിലേക്ക് താഴ്ത്തി അതുവഴി 1-2 ഡൈവർമാർ പിടിച്ച് താഴേക്ക് ഇറങ്ങുക എന്നുള്ളതായിരിക്കും ഏക പോംവഴി. ആ രീതിയിൽ നോക്കാം എന്നുള്ളതാണ്. വളരെ റിസ്കി ഗെയിമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത് ഈ നേവിയുടെ നേതൃത്വത്തിലുള്ള സംഘം. കാരണം മുൻപെങ്ങും തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയ അനുഭവം നേവി ഉദ്യോഗസ്ഥരും പങ്കുവെക്കുന്നില്ല. ഇത്തരം പോണ്ടൂണുകൾ കൊണ്ടുവന്ന് നദിക്ക് കുറുകെയിട്ട് അത് ആങ്കർ ചെയ്ത് നിർത്തി വലിയ ഇരുമ്പ് കമ്പിയിൽ തൂങ്ങി ഡൈവ് ചെയ്ത് അടിയിലേക്ക് പോകുന്ന ഒരു രീതി, അത് ആദ്യമായി പരീക്ഷിക്കുകയാണ് എന്നാണ് നേവിയും പറയുന്നത്. എന്തായാലും അവർ സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സക്സസ് ആവുമെങ്കിൽ വലിയ മുന്നേറ്റമായിരിക്കും അത് എന്ന് നേവി പറയുന്നു. തങ്ങൾക്കൊരവസരം കിട്ടിയാൽ മതി, തങ്ങൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തും എന്നവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസവും ഇന്നത്തെ ദിവസവും പോലെ ആകില്ല നാളത്തെ ദിവസം എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. വേണമെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ പോലെ അല്ലാതെ നാളെ കൂടുതൽ ഒരു പരിശോധന, കൂടുതൽ കാര്യക്ഷമമായ പരിശോധന നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീകാന്ത്, എന്തെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ പുതിയ സംവിധാനങ്ങൾ വേണം എന്ന നിലയുണ്ട്. അത് എത്ര മണിയോടുകൂടി നാളെ എത്തിക്കാൻ കഴിയുമെന്നത് സംബന്ധിച്ച സൂചനകളുണ്ടോ ശ്രീകാന്ത്? ശ്രീകാന്ത് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗംഗാവലി പുഴയിൽ ശക്തമായ അടിയൊഴുക്ക് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ പുറത്തു വരുന്നുണ്ട്. നേവിക്ക് ഡൈവ് ചെയ്യാൻ കഴിയാത്ത നിലയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പുതിയ സംവിധാനങ്ങളെ, പുത്തൻ സംവിധാനങ്ങളെ ആശ്രയിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഷിരൂരിലെ രക്ഷാദൗത്യം കടക്കുന്നത്. തെരച്ചിലിന് പുതിയ രീതികൾ സ്വീകരിക്കാനുള്ള നീക്കം ഉണ്ടാകുന്നു. അത് സംബന്ധിച്ച കൂടിയാലോചനകളാണ് ഏറ്റവും ഒടുവിലായി ഉണ്ടാകുന്നത്. രക്ഷാദൗത്യ സംഘത്തിൻ്റെ സംയുക്ത റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറാൻ പോകുന്നു. കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ നടപടികൾ എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ ആലോചനകൾ സജീവമായി ഉണ്ടാകുന്നുണ്ട്. രക്ഷാദൗത്യം വിലയിരുത്താൻ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രി PA മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ അക്കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. തെരച്ചിലിന് ഏത് ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അത് സ്പോട്ട് 3 ആണ്. അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്ന മുറയ്ക്ക്, ഒരു ഔദ്യോഗികമായൊരു സ്ഥിരീകരണം അവിടെ ലോറിയുണ്ട് എന്നുള്ള നിലയിലേക്ക് എത്തുന്ന മുറയ്ക്ക് അവിടേക്ക് നാവികസേനാംഗങ്ങൾ എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. അതിനാണ് വെല്ലുവിളി നേരിടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മൂവിനാണ് വെല്ലുവിളി നേരിടുന്നത്. അതിനെ മറികടക്കാനുള്ള നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത്, ഇപ്പോഴും കുത്തൊഴുക്ക് അതിശക്തമായി തന്നെ പുഴയിൽ തുടരുന്നുണ്ട്. ആ കണക്കത് വ്യക്തമാക്കുന്നുണ്ട്. 6.8 നോട്ടിൽ തന്നെ നിൽക്കുകയാണ്. ഈ പുതിയ സംവിധാനങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് എപ്പോഴേക്ക് നാളെ എത്താനാണ് സാധ്യത ശ്രീകാന്ത്?
റീജിത്ത്, ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ പറഞ്ഞ സ്ഥലത്ത് ലോറി ഉണ്ട് എന്നൊരു സൂചന ഈ കാർവാർ MLA ആണ് നമ്മളോട് നൽകിയിട്ടുള്ളത്. അതിന്റെ ഇമേജ് കിട്ടിയിട്ടുണ്ടെന്നും രാത്രി അത് പുറത്തു വരുമെന്നും ആ റിപ്പോർട്ട് ഇപ്പോൾ തങ്ങളുടെ കൈവശമുണ്ട്, ആ തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട്, അത് കമ്മീഷണർ ഡിസ്ട്രിക്ട് കളക്ടർക്ക് സമർപ്പിക്കുമെന്നും കാർവാർ MLA ആണ് ആദ്യം പറയുന്നത്. ആ തരത്തിൽ ഒരു വിലയിരുത്തലിലേക്ക് ലോറി ആ സ്പോട്ട് 3-യിലുണ്ട് എന്ന കാര്യത്തിൽ പൂർണ്ണമായ ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഈ പറഞ്ഞ പൊണ്ടൂൺ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ. അതിൽ ഇന്ന് എന്തെങ്കിലും ഉറപ്പ് കിട്ടിയാൽ ഈ രക്ഷാദൗത്യം, ഈ 11ാം ദിവസത്തിൽ ഈ രക്ഷാദൗത്യം അതിന് തുടക്കം കുറിക്കുന്നു എന്നേ നമുക്കിത് പറയാൻ പറ്റൂ. കാരണം ഇതുവരെയും നടന്ന രക്ഷാദൗത്യത്തിൽ യാതൊരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതാദ്യമായി ലോറി കണ്ടെത്താൻ സാധിച്ചാൽ, അതിന്റെ ഇമേജ് കണ്ടെത്താൻ സാധിച്ചാൽ രക്ഷാദൗത്യം ഇവിടെ തുടങ്ങുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് ഇന്ന് രാത്രി കൃത്യമായി അറിയാം. ഇനി ഈ പൊണ്ടൂണൊക്കെ കൊണ്ടുവന്നാൽ ഏത് തരത്തിലായിരിക്കും അതിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് ചോദിച്ചാൽ, നാളെ ഗോവയിൽ നിന്നും പൊണ്ടൂൺ എത്തും എന്നാണ് കാർവാർ MLA ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹത്തിന്റെ സ്വന്തം നിലയിലാണ് ഈ പൊണ്ടൂൺ ഇവിടെ എത്തിക്കുന്നത്. അദ്ദേഹം ഇതിനോടകം തന്നെ അതിനുള്ള നിർദ്ദേശം നൽകിയെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ റീജിത്തെ പറഞ്ഞല്ലോ, ഈ ഗോവ മേഖലയിലൊക്കെ തന്നെ, അല്ലെങ്കിൽ ഈ കാർവാർ ഉൾപ്പെടുന്ന ഈ ബെൽറ്റിലൊക്കെ തന്നെ മൈനിങ് മേഖലയാണ്. ഈ കടലിനോട് ചേർന്നും അതോടൊപ്പം തന്നെ ഈ തീരപ്രദേശത്തോട് ചേർന്നും ഒക്കെ തന്നെ മൈനിങ് ധാരാളമുണ്ട്. ആ മേഖലകളിൽ ഉപയോഗിക്കുന്നതാണ് ഇവിടുത്തെ പൊണ്ടൂണുകൾ. നമ്മുടെ ഈ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ വർക്കലയിലും എറണാകുളത്തുമൊക്കെ പല സ്ഥലങ്ങളിലുമൊക്കെ ഈ തീരദേശ മേഖലയിൽ വിനോദസഞ്ചാരത്തിന് വേണ്ടി പൊണ്ടൂണുകൾ ഇട്ടിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള പൊണ്ടൂണുകളല്ല എന്നാണ് നേവി ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്. അവർ പറയുന്നത് അടിവശം നല്ല ഫ്ലാറ്റായുള്ള വലിയ ഭാരമുള്ള പൊണ്ടൂണുകളാണ് ഉള്ളത്. അത് 4 ഭാഗം ആങ്കറേജ് ചെയ്ത് നിർത്താൻ പറ്റിയാൽ അതിൻ്റെ ഒരറ്റത്ത് കമ്പി നദിയിലേക്ക് ഇറക്കി അതിലൂടെ താഴേക്ക് പോകാൻ തങ്ങളൊരു ശ്രമം നടത്തും എന്നവർ തറപ്പിച്ച് പറയുന്നു. രാവിലെ തന്നെ ഈ പൊണ്ടൂൺ എത്തും എന്ന് MLA പറഞ്ഞിട്ടുണ്ട്. എത്തുമെന്ന് പ്രത്യാശിക്കാം. ഇന്ന് രാത്രി ലോറി കണ്ടെത്തി, ലോറിയുടെ ഇമേജ് കിട്ടി എന്നൊരു വാർത്ത, ആ ഒരു വാർത്തയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അത് ലോറി തന്നെ അത് ആ സ്പോട്ട് 3-യിലുണ്ട് എന്ന് ആ റിപ്പോർട്ട് സഹിതം ഉറപ്പിച്ചാൽ നാളെ രാവിലെ പൊണ്ടൂൺ എത്തും. അത് കൃത്യമായി സജ്ജമാക്കി അത് ഈ നദിയുടെ നടുക്കിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. പക്ഷേ നാളെ എന്തായാലും ഒരിക്കലും രക്ഷാപ്രവർത്തനം നടക്കാൻ പോകുന്നില്ല. ഈ പൊണ്ടൂൺ ഘടിപ്പിച്ച് നദിയുടെ നടുക്കിലേക്ക് കൊണ്ടുവരണം. അതെന്തായാലും നാളെ മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സായിരിക്കും. മറ്റന്നാളോടുകൂടിയൊക്കെ മാത്രമേ അവിടെ ഈ രക്ഷാപ്രവർത്തനം അതിൻ്റെ പൂർണ്ണ തോതിൽ നടക്കാനുള്ള സാധ്യതയുള്ളൂ. എന്തായാലും 1-2 ദിവസം ഇതിനു വേണ്ടി എടുക്കും. നാളെ പൊണ്ടൂൺ വന്നാലുള്ള കാര്യമാണ് പറയുന്നത്. പൊണ്ടൂൺ വരാൻ താമസിച്ചാൽ വീണ്ടും രക്ഷാദൗത്യം നീളും. ഈ ഇത്ര വലിയ അടിയൊഴുക്കിൽ ഒരിക്കലും ഡൈവർമാർ ഇറങ്ങില്ല. 6.8 ആണ് ഇപ്പോഴത്തെ ഇവിടുത്തെ നോട്ട്സ് എന്നാണ് ഏറ്റവും ഒടുവിൽ നേവി അറിയിക്കുന്നത്. ശരി, ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. സ്പോട്ട് 3-യിൽ ലോറി ഉണ്ട് എന്ന് ഔദ്യോഗികമായി ഉറപ്പിച്ചതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ദൗത്യസംഘം ആലോചിക്കുന്നത്.